ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 21 വാക്യത്തിൽ എലിഹൂം എന്ന് പറയുന്ന മനുഷ്യൻ ഇയ്യോബിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി പറയുന്നൊരു സന്ദേശം ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കും. ഇയ്യോബിന്റെ ജീവിത അനുഭവത്തെ പറ്റി എലിഹൂം വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചമില്ലെന്നല്ല, വെളിച്ചത്തിന്റെ ശോഭയില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന പകലും സൂര്യന്റെ പ്രകാശത്തെ മറയ്ക്കുന്നത് പോലെ, കാർമേഘം അതിന്റെ മീതെ നിൽക്കുന്നത് പോലെ ഇപ്പോൾ ഇയ്യോബേ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തിന്റെ മീതെ, നന്മയുടെ മീതെ എന്തോ ഒരു കാർമേഘം കയറിക്കിടക്കുക. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കാൻ പോകുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകാം, നിങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടാകാം, നല്ല ജോലിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകാം. നിങ്ങൾ പാർക്കുന്ന ഇടം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടമായിരിക്കാം, ശുശ്രൂഷയുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ, നിങ്ങളുടെ ആത്മീയ നിലവാരങ്ങളുടെ മേൽ, നിങ്ങളുടെ മുൻപോട്ടുള്ള വഴിയുടെ മേൽ എന്തോ ഒരു ഇരുട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെ മൂടിക്കളയുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, കാറ്റ് കടന്ന് അതിനെ തെളിവാക്കാൻ പോകുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നീതി, നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ ഹിതങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. എനിക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലും, എനിക്ക് ജയമുണ്ടെങ്കിലും, എനിക്ക് മുൻപോട്ടുള്ള വഴികളൊക്കെ തുറക്കാൻ സാധ്യതയുണ്ടെങ്കിലും എന്തോ ഒരു കാർമേഘം എന്നെ ഈ ദിവസങ്ങളിൽ മൂടുന്നെങ്കിൽ ഇതാ കാറ്റ് കടക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ തെളിവായി വരാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള, നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ കാറ്റ് അടിച്ച് അതിനെ തെളിവാക്കാൻ പോകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.